സല്യൂട്ട് സഹോദരരെ. കഴിഞ്ഞ വീഡിയോയിൽ ഒരു പി ജോൺസൺ എന്ന് പറയുന്ന വ്യക്തി എനിക്കെതിരായി തൃശ്ശൂർ വിജിലൻസ് കോടതിയിൽ ഒരു കേസ് കൊടുക്കുകയും അത് ഞാൻ വളരെ ബുദ്ധിമുട്ടി ഹൈക്കോടതിയിൽ പോയി കള്ള പരാതിയാണ്, കള്ളക്കേസാണ് എന്ന് തെളിയിച്ച് തള്ളിക്കുകയും ചെയ്ത സംഭവം വിവരിച്ചിരുന്നല്ലോ. അതേ തുടർന്ന് ഞാൻ മാനഹാനി കേസ് കൊടുത്തതും നിങ്ങളോട് പറഞ്ഞിരുന്നു. എന്തായാലും എൻ്റെ പേര് അതോടുകൂടി പത്രങ്ങളിലാകെ അഴിമതിക്കാരി എന്ന് കൊട്ടിഘോഷിക്കുന്ന ഒരു അവസരവും ഉണ്ടായി. കഷ്ടകാലമെന്ന് പറയേണ്ടു. ഈ എപ്പിസോഡിൽ അതിൻ്റെ തുടർച്ചയായി എനിക്ക് ചില സംഭവങ്ങളും കൂടെ വിവരിക്കാനുണ്ട്. ഇതിലും എനിക്ക് ചില വ്യക്തികളുടെ പേര് പറയേണ്ടിയിരിക്കുന്നു. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരല്ല, അതിന് പുറത്തുള്ള സ്വകാര്യ വ്യക്തികളായ ചിലർ ആരുടെയൊക്കെയോ സ്വാധീനത്തിന് വഴങ്ങി എനിക്കെതിരെ പ്രവർത്തിച്ച ഒരു സംഭവം ഉണ്ടായി. എനിക്കൊരു കള്ളസ്വാമിയുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞൊരു കഥ പരത്തിയ ഒരു കള്ളക്കഥയാണ്. ടോട്ടലി ആബ്സല്യൂട്ട്ലി ഫോൾസ് സ്റ്റോറിയാണ്. അതിനകത്ത് യാതൊരു തെളിവും രേഖകളും ഇല്ലാതെ വെറുതെ കുറേ പേപ്പർ വീശി കാണിച്ച് പത്രത്തിൽ വന്നിട്ട് എനിക്ക് തെളിവുണ്ട് എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ച ഒരാളുടെ കഥ ഞാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ ആളുടെ പേര് പറഞ്ഞില്ല. ഇയാളെ എനിക്ക് നേരത്തെ അറിയാം. ഞാൻ CBIയിൽ ഇരിക്കുന്ന സമയം തൊട്ട് അറിയാം. അഭയ കേസ് CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞ് പുറകെ നടന്ന ശ്രീ ജോമോൻ പുത്തൻപുരയ്ക്കലാണ് കക്ഷി. ആളെ ഏറ്റുമാനൂരാണ് വീട്. അപ്പോൾ ഏറ്റുമാനൂർ SHO ആയിട്ട് ഞാൻ ജോലി ചെയ്ത സമയം മുതൽ എന്നെ അറിയാം എന്നൊക്കെ പറഞ്ഞാണ് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് വരുന്നത്. ഞാൻ CBIയിൽ ഇരിക്കുമ്പോൾ ഈ അഭയ കേസ് CBIക്ക് കൊടുത്തെങ്കിലും CBI ഓഫീസേഴ്സ് നന്നായിട്ട് അന്വേഷിക്കുന്നില്ല. അത് ഞാൻ നേരിട്ടുള്ള എൻ്റെ ടീം എടുത്ത് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് പല പ്രാവശ്യം എൻ്റെ അടുത്ത് വരികയും ഞാൻ ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ തലപ്പത്തിരിക്കുന്നത് കൊണ്ട് എനിക്ക് പറ്റില്ല ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ. നിങ്ങൾ വേണമെങ്കിൽ DGP ഡയറക്ടർ CBIയോട് വല്ലതും പറയൂ എന്ന് പറഞ്ഞ് ഞാൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് വിരോധം ഉണ്ടാകാൻ വഴിയുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അത് നാച്ചുറലായിട്ട് പറയുന്ന കാര്യമാണല്ലോ. ഞാൻ ദേഷ്യപ്പെട്ടിട്ടോ വഴക്ക് പറഞ്ഞിട്ടോ അടിച്ചോടിച്ചിട്ടോ ഒന്നുമില്ല. പക്ഷേ ഒരു പ്രശ്നം പിന്നീടുണ്ടായത് ഞാൻ DIG എറണാകുളം റേഞ്ച് ആയിരിക്കുമ്പോൾ ഒരു പരാതി ഇദ്ദേഹത്തിനെതിരെ എൻ്റെ മുന്നിൽ വന്നു. അത് കുറേ സ്ത്രീകളാണോ ഒരു സ്ത്രീയാണോ എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല. കാരണം ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഞാൻ എങ്ങനെ എഴുതി വയ്ക്കുകയോ അങ്ങനെ ഓർത്ത് വയ്ക്കുകയോ ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇദ്ദേഹത്തിനെതിരെ ഒരു പരാതി വന്നതായിട്ടും എൻ്റെ അടുത്ത് വന്ന ആ ലേഡി പറയുകയും ഇങ്ങനെ ഇദ്ദേഹം ഭയങ്കര കഷ്ടമാണ്, ഞങ്ങൾ ഉപദ്രവിക്കുന്നത്, എന്തൊക്കെയോ പ്രശ്നങ്ങൾ പറയുകയും ചെയ്തതുകൊണ്ട് ഞാൻ നേരിട്ട് വിളിച്ച് ഏറ്റുമാനൂർ CIയോട് ഞാൻ പറഞ്ഞു ഒന്ന് കേസെടുത്ത് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനെതിരെ ഒരു കേസെടുത്ത് ഒരു പരാതി, നമ്മൾ പെണ്ണിൻ്റെ ഒരു പരാതി കിട്ടിക്കഴിയുമ്പോൾ അതിനകത്ത് കോഗ്നൈസബിൾ ഒഫൻസ് ഉണ്ടെങ്കിൽ FIR ഇടണം, അല്ലെങ്കിൽ എനിക്കെതിരെ അലിഗേഷൻ വരൂല്ലേ. അന്വേഷിച്ച് കഴിഞ്ഞാലല്ലേ അത് ശരിയാണോ അല്ലയോ എന്നറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ സ്ത്രീകളുടെ പരാതിയുടെ പുറത്ത് നമ്മൾ അന്വേഷണം FIR എന്തായാലും ഇട്ടിരിക്കണം എന്ന് പറഞ്ഞ ഇറങ്ങിയ ഒരു ലളിതകുമാരി ഒരു ഭയങ്കര വലിയൊരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് ഇറങ്ങിയിരുന്ന സമയവുമാണ്. അപ്പോൾ അത് എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ എനിക്കെതിരെ അച്ചടക്ക നടപടി വരും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കേസ് എടുത്ത് FIR എടുത്ത് അന്വേഷിക്കാൻ പറഞ്ഞത്. എനിക്കറിയാം ഇതിൻ്റെ പ്രതി എന്ന് പറയുന്ന ജോമോൻ പുത്തൻപുരയ്ക്കലാണെന്ന് എനിക്കറിയാം. FIR ഇടണം എന്ന് ഞാൻ പറഞ്ഞതായിട്ടും എനിക്കറിയാം. പക്ഷേ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ FIR ഇട്ട് കഴിഞ്ഞ ഇൻസ്പെക്ടർ എനിക്ക് തോന്നുന്നു ആളെ അറസ്റ്റ് ചെയ്യാനൊരു ശ്രമം നടത്തി എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ അറസ്റ്റ് ചെയ്താൽ ജാമ്യം കിട്ടാത്ത കുറ്റമാണ്, ജയിലിൽ പോകണം. അപ്പോൾ ഇത് ജോമോൻ പുത്തൻപുരയ്ക്കലിൻ്റെ മനസ്സിലെന്തോ ഒരു ധാരണയുണ്ടാക്കി. ഞാൻ നിർദ്ദേശിച്ചിട്ട് എനിക്കെന്തോ അയാളോടുള്ള മുൻവിരോധമോ വൈരാഗ്യമോ കാരണം ഞാൻ നിർദ്ദേശിച്ച് പറഞ്ഞു വിട്ട് മനഃപൂർവ്വം അയാളെ ജയിലിൽ കൊടുക്കാൻ വേണ്ടി CI ഏൽപ്പിച്ച് FIR ഇടിയിച്ച് ചെയ്തതാണ്, ഇത് കള്ളക്കേസാണെന്നൊക്കെയുള്ള മട്ടിൽ അയാൾക്ക് എന്നോട് ഭയങ്കര വിരോധമായിരുന്നു. കുറേ നാൾ നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായി. പിന്നീട് അത് കോടതി പോയി എങ്ങാണ്ട് അതിനകത്തുനിന്ന് ജാമ്യം എടുക്കുകയോ കേസ് എഴുതി തളിക്കുകയോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ അതിൻ്റെ പുറകെ പോയിട്ടില്ല. അതിൻ്റെ ഒരു തിരിച്ചടിയായിരുന്നു എനിക്ക് ആ സന്തോഷ് മാധവൻ എന്ന് പറയുന്ന കള്ളസ്വാമിയുമായിട്ട് ഞാൻ ജന്മത്ത് കണ്ടിട്ടില്ലാതിരുന്ന ആളുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് കഥ പരത്തിയത്. ഞാൻ ആ സംഭവത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, സന്തോഷ് മാധവൻ്റെ സംഭവത്തെക്കുറിച്ചിട്ട്. അത് കണ്ടു നോക്കൂ നിങ്ങൾ. അത് ഇറങ്ങിയതിന് ശേഷമാണ് എന്നോട് ചില ആൾക്കാർ പറയുന്നത് ജോമോൻ പുത്തൻപുരയ്ക്കൽ ഇപ്പോഴും ഇത് മാഡം തന്നെ ചെയ്തതാണ്, അയാളുടെ കയ്യിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ഒരു വീഡിയോ യൂട്യൂബിലുണ്ട്, ഭയങ്കര വൈറലായ വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്ത് കാണേണ്ടെന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളും ഇതുപോലെയൊക്കെ വാർത്ത കേൾക്കുമ്പോൾ അങ്ങ് കണ്ടുപോകും നമ്മൾ അറിയാതെ. അതുകൊണ്ട് കണ്ടപ്പോൾ അയാൾ അവിടെ ഇരുന്ന് കോരം പറയുന്നുണ്ട്. എനിക്കറിയാം, ഉറപ്പാണ്, എനിക്ക് വിശ്വസ്തമായ വിവരമുണ്ട്, ഞാൻ നേരിട്ട് കണ്ടതാണ്, ശ്രീലേഖ സന്തോഷ് മാധവനും കൂടെ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നഗ്ന പൂജ എന്നൊക്കെ പറഞ്ഞ് ആകെപ്പാടെ വൃത്തികെട്ട രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു IPS ഓഫീസർ പോയി ഏതെങ്കിലും ഒരു സ്വാമിയുടെ മുമ്പിൽ ഇരുന്ന് നഗ്ന പൂജ ചെയ്യാൻ വട്ടുണ്ടോ? ഇത് കേൾക്കുന്നവരെങ്ങനെ വിശ്വസിക്കുന്നു? ഇതിനെങ്ങനെയാണ് അതിന് കമൻറ്റ് എഴുതുന്നത്? ഇതെങ്ങനെയാണ് ഇത്രയും ലൈക്ക് കിട്ടുന്നത്? ഇത്രയും പേര് ഇത് കാണാൻ പോയത് എന്തിനാണ് ആവശ്യമില്ലാതെ ആൾക്ക് ഇത്രയും എനർജി കൊടുക്കുന്നത്? അപ്പോൾ അതുപോലെയുള്ള ആളുകൾ ഒരുപാട് പേര് ഇതുപോലെ സ്ലീസും ഗോസിപ്പും വൃത്തികെട്ട വാർത്തകളും ഒക്കെ കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുള്ളത് കൊണ്ട് ഇവരെ പോലുള്ളവരൊക്കെ ഇങ്ങനെ പോകണമെന്നുള്ള മട്ടിൽ ഞാൻ
വീണ്ടും അതിനെക്കുറിച്ച് ബോധർ ചെയ്യാൻ പോയില്ല, കിടക്കട്ടെന്ന് വിചാരിച്ചു. അതിന് മാനഹാനി കേസും വ്യക്തിഹത്യാ കേസും ഒക്കെ കൊടുക്കാമെങ്കിൽ പോലും എനിക്ക് പറ്റത്തില്ല. അത് ഞാൻ ഐ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. അതുകൊണ്ട് വേണ്ട. ഞാൻ അപ്പോഴും പോയി ഭഗവാന് നന്നായി പോട്ടെ, അവൻ രക്ഷപ്പെട്ടു പോട്ടെ, മനസ്സ് നന്നാവട്ടെ എന്ന് മനസ്സിൽ കൂടെ പ്രാർത്ഥിച്ചിട്ട് നല്ലത് വരട്ടെ എന്ന് മാത്രം പറഞ്ഞങ്ങ് വിടുകയായിരുന്നു. ജോൺസൺ പടമാടൻ എന്ന പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റിനെ കുറിച്ചും എൻ്റെ SCRBയെ കുറിച്ചുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ആ ജോൺസൺ പടമാടൻ കൂടാതെ ഇദ്ദേഹം ഈ ജോമോൻ പുത്തമ്പുരയ്ക്കൽ കൂടാതെ മൂന്നാമതൊരു പുതിയ ഒരു അവതാരം ആ സമയത്ത് രൂപാന്തരപ്പെട്ടു. ഞാൻ SCRBയിൽ ഇരിക്കുമ്പോൾ വേറൊരു പുതിയ മനുഷ്യാവകാശ സാമൂഹ്യ അവകാശ പ്രവർത്തകൻ എന്ന പേരിൽ വേറൊരാളും കൂടെ വന്നു. പായ്ച്ചിറ നവാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ 3 പേരും കൂടെ ചേർന്ന് പ്രത്യേകമായിട്ട് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അലിഗേഷൻസ് എഴുതി എനിക്കെതിരെ കുറേ പരാതി. ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ടിരുന്നപ്പോൾ എന്തൊക്കെയോ അത് ചെയ്തു ഇത് ചെയ്തു, ട്രാൻസ്ഫർ നടത്തി, ട്രാൻസ്ഫറിനകത്തൂടെ എല്ലാവരുടെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങിച്ചു, മറ്റേ ഒരു റോഡ് സേഫ്റ്റിയുടെ പൈസ മുഴുവൻ ദുർവിനിയോഗം ചെയ്തു. ഇതൊരു എനിക്ക് തോന്നുന്നു 10-20ഓളം അലിഗേഷൻസ് പലരും ചേർന്ന് നടത്തിയിട്ടുണ്ട്. പുത്തമ്പുരയ്ക്കലിൻ്റെ അലിഗേഷനും പായ്ച്ചിറ നവാസിൻ്റെ അലിഗേഷനും ഏകദേശം സെയിമാണ്. പടമാടൻ്റെ അലിഗേഷൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ കൂടുതൽ ആണ്. ഇങ്ങനെ അത് ചെയ്തു, പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സിനെ ഉപദ്രവിച്ചു, മറ്റേ സ്ഥലത്ത് പാലക്കാട് AC ചെയ്തു എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ, കുറേ ഫയലുകളൊക്കെ കോട്ട് ചെയ്ത്, കുറേ നമ്പറുകളൊക്കെ കോട്ട് ചെയ്ത്, ഫിഗേഴ്സൊക്കെ ഇട്ട് നമ്മളൊന്ന് പൊതുവെ ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം വിശ്വസനീയത തോന്നും. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് പലയിടത്ത് അവർ ഫയൽ ചെയ്തു. DGPക്ക് കൊടുത്തു, ഹോം സെക്രട്ടറിക്ക് കൊടുത്തു, CMന് കൊടുത്തു, ആഭ്യന്തര സെക്രട്ടറിക്ക് കൊടുത്തു, ആഭ്യന്തര മന്ത്രിക്ക് കൊടുത്തു, ട്രാൻസ്പോർട്ട് മന്ത്രിക്ക് കൊടുത്തു, ട്രാൻസ്പോർട്ട് സെക്രട്ടറിക്ക് കൊടുത്തു, കോടതികളിലൊക്കെ ഫയൽ ചെയ്തു. അപ്പോൾ അടുത്ത ഒരു ഇത് പൊങ്ങി വന്നൊരു മുള പോലെ മുളച്ച് വലിയ കാട്ട് തീ പോലെ പടർന്ന് ശ്രീലേഖ IPSനെതിരെ വിജിലൻസ് അന്വേഷണം, ശ്രീലേഖ IPS അഴിമതിക്കാരി എന്ന് വീണ്ടും എൻ്റെ പടം വെച്ചിട്ടൊരു കളി തുടങ്ങി. ഒരു രീതിയിൽ ഞാൻ കഷ്ടപ്പെട്ട് പോയി ഹൈക്കോടതിയിൽ നിന്ന് ഓർഡർ വാങ്ങിച്ച് ഒരു സംഭവം ക്ലോസ് ചെയ്തപ്പം വേറെ സംഭവങ്ങൾ. അപ്പോൾ സൃഷ്ടിരാജിൻ്റെ സമയത്തുണ്ടായിരുന്നത് പോട്ടെ, അതിനകത്ത് അവൾ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഇവിടെ ഇരുന്നുകൊണ്ട് ഇത്രയും അഴിമതി കാണിച്ചു. കഴിഞ്ഞ ഒരു വർഷം പോലും, അത് ഒരു വർഷമോ 1 മാസമോ എങ്ങാണ്ട് ഞാൻ അവിടെ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ട് ഇരുന്നുള്ളൂ. പക്ഷേ അപ്പോൾ ഇരുന്ന് ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ ഒരു നല്ല കാര്യങ്ങൾ, നന്മ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ശ്രമിച്ചതിൻ്റെയൊക്കെ തിരിച്ചടിയായിട്ട് അതിൻ്റെ 100 ഇരട്ടി അഴിമതി ഞാൻ കാണിച്ചു എന്നുള്ള മട്ടിലാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് എൻ്റെ ശ്രദ്ധയിൽ അപ്പം തന്നെ പെട്ടു. എനിക്കിൻ്റെ കാര്യം മനസ്സിലായി എന്താണെന്ന്. ആരാണ് ഈ പായ്ച്ചിറ നവാസ് എന്ന് എനിക്കറിയില്ല. അപ്പോഴേക്കും സർക്കാർ മാറുന്ന ഇലക്ഷൻ്റെയൊക്കെ സമയമായിട്ട്, ഇലക്ഷൻ വന്നിട്ട് സർക്കാർ മാറി വരുന്നു, പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നു. നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ സർക്കാർ പോയിട്ട് പിണറായി വിജയൻ സാറിൻ്റെ സർക്കാർ വന്ന സമയമാണ് 2016. അപ്പോൾ ആ സമയത്താണ് ഇതുപോലെയുള്ള ബഹളങ്ങളൊക്കെ നടക്കുന്നത്. എനിക്കെതിരെ ഇങ്ങനെ പല അലിഗേഷൻസും ഓരോന്ന് വരുമ്പോഴും എന്താണെന്ന് നോക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ട് വകുപ്പിൽ നിന്ന് എനിക്ക് കാര്യമായ സഹായവും സഹകരണവും കിട്ടുന്നില്ല. ഒരു ഫയലും എന്നെ നോക്കാൻ സമ്മതിക്കരുത്, കൊടുക്കരുതെന്ന് പറഞ്ഞ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഓരോ അലിഗേഷൻ വരുമ്പോഴും എനിക്ക് പ്രതിരോധിക്കാനായിട്ട് എൻ്റെ ഓർമ്മയിൽ നിന്ന് നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറ്റുന്നുള്ളൂ. ഫയൽ നോക്കി എനിക്ക് പ്രതിരോധിക്കാനും പ്രതികരിക്കാനും പറ്റുന്നില്ല. അപ്പോഴേക്കും ജേക്കബ് തോമസ് സാറിനെ വിജിലൻസ് ഡയറക്ടറായിട്ട് പോസ്റ്റ് ചെയ്തു. എന്നെ ADGP ഇൻ്റലിജൻസ് ആയിട്ടും പോസ്റ്റ് ചെയ്തു. പുതിയ സർക്കാർ വന്നതിന് ശേഷമുള്ള മാറ്റമാണ്. സാധാരണ ഒരു സർക്കാർ മാറി വരുമ്പോൾ പഴയ സർക്കാരിൻ്റെ സമയത്ത് ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന ചെറിയ പോസ്റ്റുകളിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുന്ന ഓഫീസേഴ്സിനൊക്കെ അവരൊരു പ്രലോഭനം നൽകി, ഒരു ബൂസ്റ്റ് നൽകി നമ്മൾക്ക് നല്ല പോസ്റ്റുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് പുതിയ സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുമല്ലോ എന്നുള്ള ഒരു കോൺസെപ്റ്റ് പണ്ട് തൊട്ടേ ഉള്ളതാണ്. അങ്ങനെയാണ്. അപ്പം മോശം പോസ്റ്റിലിരിക്കുന്ന ഞാൻ എപ്പോഴും ഒരു സർക്കാർ മാറി വരുമ്പോൾ എനിക്കൊരു നല്ല പോസ്റ്റ് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടാറുണ്ട്, അങ്ങോട്ട് പറ്റും. പക്ഷെ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിലും ചായവില്ലാത്തത് കൊണ്ട് എവിടെ ഇരുന്നാലും കുറച്ച് കഴിയുമ്പോൾ എന്നെ എടുത്ത് മാറ്റുകയും ചെയ്യും അവിടെ നിന്ന്. അങ്ങനെ ഇൻ്റലിജൻസിൽ എന്നെ പോസ്റ്റ് ചെയ്തു. അവിടെ ഞാൻ 7 മാസം ഇരുന്നുള്ളൂ, അത് വേറെ കാര്യം. ഞാൻ SCRBയിൽ ഇരുന്നുകൊണ്ട് SCRBയുടെ അഡീഷണൽ ചാർജും വഹിച്ചുകൊണ്ട് ADGP ഇൻ്റലിജൻസ് ആയിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് ജോലി ചെയ്യുകയാണ്. അപ്പോൾ ആകെപ്പാടെ രണ്ടും ഒരു കെട്ടിടത്തിൽ തന്നെയാണെങ്കിലും 2 ബ്ലോക്കാണ്, പട്ടത്തുള്ള ഇൻ്റലിജൻസ് ഓഫീസിൻ്റെ ബ്ലോക്കുകളാണ്. ആ സമയം SCRBയും ടെലികമ്മ്യൂണിക്കേഷനും ഒക്കെ PHQയിലോട്ട് മാറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യാണ്. ആ ഒരു സമയത്താണ് എനിക്കെതിരെ ഇങ്ങനെ അലിഗേഷൻസ് ആഫ്റ്റർ അലിഗേഷൻസ് ഉയർന്നു വരുന്നത്. ഇതെല്ലാം കൂടെ ഒരു ലാവ പോലെ തിളച്ചു മറിഞ്ഞ് ഇങ്ങനെ എൻ്റെ പുറത്തോട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അലിഗേഷൻസ് ആഫ്റ്റർ അലിഗേഷൻസ്, ആരോപണങ്ങൾ, പ്രത്യാഖ്യാതങ്ങൾ, ഞാനിങ്ങനെ അത് ചെയ്തു ഇത് ചെയ്തു, പത്രങ്ങൾ ഘോഷിക്കുമല്ലോ. അപ്പോൾ അതിൽ നല്ലപോലെ ആഘോഷിച്ച് സ്പ്രെഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ അങ്ങനെ എന്നെ വീണ്ടും അഴിമതിയുടെ ചെളിക്കളത്തിലേക്ക് ഇങ്ങനെ വലിച്ചഴച്ച് താഴെയിട്ട് ചവിട്ടി അരച്ചൊക്കെ ചെയ്തിരിക്കുന്ന സമയത്ത് ഞാൻ ഈ പായ്ച്ചിറ നവാസ് എന്ന് പറയുന്ന ക്യാരക്ടർ എങ്ങനെ ഒരു ദിവസം
അഴിമതി വിരുദ്ധനാണ് എന്നൊക്കെ പറഞ്ഞ് പൊങ്ങി വന്നു എന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ അയാൾക്കെതിരെ ഏകദേശം ഒരു 12-13 കേസുകളുള്ള ആളാണ്. അയാൾ ജയിലിൽ കിടന്നിട്ടുള്ളതാണ്, പൂജപ്പുര സെൻട്രൽ ജയിലിൽ. ഭാര്യ അയാൾക്കെതിരെ ഒരു പീഡന കേസ് കൊടുത്തിട്ടുള്ളതാണ്. വേറെ ഏതോ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാൽ ആ ഗൾഫിലുള്ള ഏതോ നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കുറേ പൈസ വാങ്ങിച്ചിട്ട് മുങ്ങിയതാണ്. അങ്ങനെ കുറേ കേസുകളുള്ള ആളാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരാൾ എങ്ങനെയാണ് നമുക്കെതിരെ ഇതുപോലെ ഇങ്ങനെ അലിഗേഷൻസ് വെച്ച് കഴിഞ്ഞാൽ ജനം വിശ്വസിച്ചു? അപ്പോൾ പെട്ടെന്നൊരു ദിവസം പായിച്ചറ നവാസ് എന്ന് പറയുന്ന ആൾ ഭയങ്കര പ്രശസ്തനായി. അയാൾ ടി വിയിൽ വരുന്നു, അയാൾ പത്രത്തിൽ വരുന്നു, ഡിസ്കഷൻസിൽ വരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഈ ജോമൻ പുത്തമ്പരിക്കൽ പണ്ടേ ഉണ്ട്, അയാളുടെ ഡിസ്കഷൻ വരുന്നു. എന്നും 9 മണിക്കുള്ള ചർച്ച എന്ന് പറയുന്ന ശ്രീലേഖയുടെ അഴിമതി കഥകളാവാൻ തുടങ്ങി. പണമാടനും കൂടെ വന്നിട്ട് അയാൾക്ക് 100% ഉറപ്പുണ്ട് ഇത് ശരിയാണ് സത്യമാണെന്ന് പറഞ്ഞാൽ അയാളും കൂടെ പറയുന്നത്. അങ്ങനെ ഈ 3 പേരെയും വെച്ചുകൊണ്ടുള്ള കളിയിൽ ഞാൻ പോയി ജേക്കബ് തോമസ് സാറിനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, സാർ ഇതാണ് സംഗതി. അപ്പോൾ എല്ലാവർക്കും മിക്കവാറും അറിയാം. ബൈ ദാറ്റ് ടൈം നമുക്കൊരു റെപ്യൂട്ടേഷൻ ഉണ്ടല്ലോ. നമ്മൾ എവിടെ ഇരുന്ന് ജോലി ചെയ്താലും അത് നല്ല പ്രവൃത്തിയാണെങ്കിൽ പത്രത്തിലൂടെ അഡ്വർടൈസ് ചെയ്യണ്ട, നമ്മളത് കൊട്ടിഘോഷിച്ച് നടക്കണ്ട, നമ്മളതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട, ആരോടും പറഞ്ഞ് ഞാനിത് ചെയ്തു എന്ന് നടക്കണ്ട, വെള്ളം പൂശേണ്ട ഒന്നുമില്ല. പക്ഷേ അത് അറിയപ്പെടും, അത് അതിൻ്റെ പ്രതിഫലിക്കും, അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ 30 വർഷമായിട്ടുള്ള എൻ്റെ ഒരു റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നത് പൊതുവേ എല്ലാവർക്കും അറിയാം. അത് ജേക്കബ് തോമസ് സാറിനും അറിയാം, DGPക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് എന്തുമാത്രം സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഇതുപോലെ 3 ആൾക്കാരെ വെച്ചുകൊണ്ട് ഒരാൾക്കെതിരെ ഇങ്ങനെ അമ്പ് ചെയ്യുമ്പോൾ തീയില്ലാതെ പുകയുണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ വരും. ജേക്കബ് തോമസ് സാർ പറഞ്ഞു, എനിക്കറിയാം ശ്രീലേഖ ഇതിനകത്ത് സത്യമൊന്നുമില്ല, എന്നാലും ഞാൻ അന്വേഷിക്കട്ടെ എന്ന് വിചാരിച്ചു. അദ്ദേഹം അപ്പോൾ വിജിലൻസിൻ്റെ ചീഫായിട്ടിരിക്കുകയാണ്, ഭയങ്കര ഊർജ്ജത്തിലിരിക്കുകയാണ്. അപ്പോൾ പായിച്ചറ നവാസ് ഇങ്ങനെ പല ആൾക്കാരുടെയും പരാതി എൻ്റെ അടുത്ത് കൊണ്ട് തരുന്നുണ്ട്. അയാളെ ഞാൻ വിസിൽ ബ്ലോവറായിട്ട് പ്രഖ്യാപിച്ചു പോയി. ശരിക്കും വിസിൽ ബ്ലോവർ എന്ന് പറയുന്നത് പായിച്ചറ നവാസിനെ പ്രഖ്യാപിക്കാൻ പറ്റില്ല. കാരണം ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുന്നു കൊണ്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ ഉള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന ആൾക്കാരെയാണ് വിസിൽ ബ്ലോവർ എന്ന് പറയുന്നത്. പക്ഷേ എന്നാലും അയാൾക്ക് ഒരു വിസിൽ ബ്ലോവർ സ്റ്റാറ്റസ് ഒക്കെ കൊടുത്തു, അത് പത്രത്തിലൂടെ വലിയ വാർത്തയായിട്ടൊക്കെ വന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ പോയി എല്ലാവരോടും പറഞ്ഞു. ഞാൻ ചീഫ് മിനിസ്റ്ററോടും പറഞ്ഞു, ആഭ്യന്തര സെക്രട്ടറിയോട് പറഞ്ഞു, DGPയോട് പറഞ്ഞു, എല്ലാവർക്കും പറഞ്ഞു. ഇവർക്കെല്ലാവർക്കും അത് അറിയാം. പക്ഷേ എന്നാലും ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ എനിക്കെതിരെ ഈ അലിഗേഷൻസിൻ്റെ പുറത്ത് നടത്തിയിട്ട് ഇത് ശരിയല്ല എന്ന് പറഞ്ഞാൽ തള്ളുന്ന ഘട്ടത്തിൽ വന്നപ്പോൾ വീണ്ടും വലിയൊരു അലിഗേഷൻ, കുറേ ഇതായിട്ട് എഴുതി. ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഫയലിനകത്ത് ട്രാൻസ്പോർട്ടിലെ ശ്രീകുമാർ എന്ന് പറയുന്ന അഡീഷണൽ സെക്രട്ടറി ഈ ശ്രീലേഖ ചെയ്തത് അഴിമതിയാണ് എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് അത് ജ്യോതിലാലിന് സമർപ്പിക്കുകയും ജ്യോതിലാൽ അതിനകത്തൊന്നും മിണ്ടാതെ വെറുതെ ഒപ്പിട്ട് മിനിസ്റ്റർക്ക് സമർപ്പിക്കുകയും മിനിസ്റ്റർ അതിനകത്ത് വിജിലൻസ് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതി ഒപ്പിട്ട് ഫയൽ തിരിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റ് വന്നത് അതെടുത്തു വെച്ചിട്ട് ശ്രീലേഖയ്ക്കെതിരെയുള്ള അലിഗേഷൻസ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതി ഗവൺമെൻറ്റിന് അയക്കുകയും അതിൻ്റെ പുറത്താണ് ക്വിക്ക് വെരിഫിക്കേഷൻ നടന്നത്. ആ ഫയൽ എനിക്ക് RT ആക്ട് പ്രകാരം കിട്ടുകയും അതിനെനിക്ക് ഡിഫെൻഡ് ചെയ്യാൻ അവകാശം തരികയും ചെയ്തു. വിൻസെൻ്റ് പോൾ സാറായിരുന്നു അന്ന് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ആപ്ലിക്കേഷൻ കൊടുത്തു. ആദ്യം RT ആക്ട് പ്രകാരം ചോദിച്ചൊന്നും എനിക്ക് തന്നില്ല, പിന്നെ അപ്പീൽ കൊടുത്തപ്പോൾ തന്നില്ല. അവസാനം അദ്ദേഹം സിറ്റിംഗ് വിളിച്ച് ഹിയറിംഗ് നടത്തി കൊടുക്കൂ എന്നുള്ള കർശന, കൊടുത്തില്ലെങ്കിൽ പിഴ ഈടാക്കേണ്ടി വരും എന്നുള്ള കർശന നിർദ്ദേശത്തിൻ്റെ പുറത്താണ് എനിക്ക് ആ ഫയൽ കിട്ടുന്നത്. ഫയൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഓരോന്ന് പ്രതിരോധിക്കാൻ സാധിച്ചു. അതിനകത്ത് ഏറ്റവും വലിയൊരു അലിഗേഷനായിട്ട് പറഞ്ഞത് ശ്രീലേഖ കെട്ടിക്കൊണ്ടിരുന്ന വീടിൻ്റെ മുന്നിലുള്ള റോഡ് പണി റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് അഴിമതിയിലൂടെ നടത്തിയെന്നാണ്. അപ്പോൾ അതിൻ്റെ കഥ എന്ന് പറയുന്നത് വേറൊരു കഥയാണ്. തിരുവനന്തപുരം നഗരസഭയുടെ കീഴിൽ ഒരു ചെറിയ റോഡ്, ഈശ്വരവിലാസം റോഡെന്നുണ്ട്, റോഡുണ്ട് വഴുതയ്ക്കാട്. അവിടെ ഒരു കാർമൽ സ്കൂളുണ്ട്. അപ്പോൾ കാർമൽ സ്കൂൾ വലിയ സ്കൂളും ഉണ്ട്, ഒരു ചെറിയ നഴ്സറിയുടെ സ്കൂളും ഉണ്ട്. അപ്പോൾ നഴ്സറി സ്കൂളിലോട്ട് പോകുന്ന കുട്ടികൾ പോകുന്നത് ഈ റോഡ് വഴി പോയിട്ട് അതിൻ്റെ ആ വശത്താണ്. ഈ റോഡെന്ന് പറയുന്നത് ഒരിക്കലും നന്നാവില്ല. കോർപ്പറേഷൻ വന്ന് ടാർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അടുത്ത മഴ പെയ്യുമ്പോൾ അത് പൊട്ടിപ്പൊളിഞ്ഞ് വല്ലാതെ കുഴികളും കുണ്ടുമൊക്കെ ആയിട്ട് വരും. കാരണം അതിനകത്ത് ഓട എന്ന് പറഞ്ഞ സാധനമില്ല, വെള്ളം ഒലിച്ചു പോകാനായിട്ട് ഓട എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഓവ്, അതില്ല. വെള്ളം ഒലിച്ചു പോകാനായിട്ട് യാതൊരു വഴിയും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇവിടെ കെട്ടിക്കിടന്നിട്ട് കോർപ്പറേഷൻ്റെ ആൾക്കാർ വന്ന് എന്നോട് അന്നത്തെ കൗൺസിലർ വന്ന് പറഞ്ഞു, മാഡത്തിൻ്റെ കുടുംബ വീട് ഇരിക്കുന്ന സ്ഥലമല്ലേ, മാഡം ഇവിടെ വീട് വയ്ക്കാൻ പോവുമല്ലേ, അപ്പോൾ ഈ റോഡ് ഇങ്ങനെ കിടക്കുന്ന വലിയ കഷ്ടമാണ്. ഞങ്ങളുടെ കോർപ്പറേഷനോട് ചോദിച്ചപ്പോൾ കോർപ്പറേഷൻ പറഞ്ഞു എല്ലാ 2 വർഷം കൂടുമ്പോൾ മാത്രമേ ഫണ്ട് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെയെങ്കിലും ഒന്ന് റോഡ് പണി ആ സേഫ്റ്റിയുടെ ബേസിസിലൊന്ന് ചെയ്യിക്കാൻ പറ്റുമോ, ഒരുപാട് ഫണ്ട് വന്ന് കിടക്കുകയല്ലേ, വേൾഡ് ബാങ്കിൽ നിന്നും മറ്റു പലയിടത്തുമൊക്കെ റോഡ് സേഫ്റ്റി അതോറിറ്റിക്ക് ഫണ്ടില്ലേ, അപ്പോൾ ഒരു ശകലം പൈസ ഒരു 5-6 ലക്ഷം രൂപ കൊടുത്താൽ അത് നന്നായിക്കൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ മാറ്റി വെച്ചു. അവസാനം മേയർ ഒരു കത്ത് എനിക്ക് തന്നു, ഡീറ്റെയിൽഡായിട്ട് പ്രപ്പോസലും ഒക്കെ ആയിട്ട് എഴുതി തന്നു. 8 ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ റോഡ് നമുക്ക് ഇൻ്റർലോക്കിംഗ് ബ്രിക്ക് വെച്ചിട്ട് ചെയ്യാം. ഇൻ്റർലോക്കിംഗ് ബ്രിക്ക് ആകുമ്പോൾ ടാറിങ്ങിൻ്റെ അത്ര പ്രയാസമില്ല, പെട്ടെന്ന് അത് ചെയ്യുകയും ചെയ്യാം.
കൂടാതെ അത് ലാസ്റ്റ് ചെയ്യും, 15 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോർപ്പറേഷനിൽ നിന്ന് വന്നിട്ട് ഈ ജോലി ചെയ്യേണ്ട കാര്യവുമില്ല, അത്രയും ലാഭം നമുക്ക് സർക്കാരിലേക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇൻ്റർലോക്കിംഗ് ബ്രിക്ക് ആകുമ്പോൾ കുറച്ചും കൂടെ പതുക്കെ വണ്ടികൾ പോവുകയുള്ളൂ, ആക്സിഡൻറ്റ് കുറയും. കാരണം കാമൽ സ്കൂളിലോട്ട് പോകുന്ന കുട്ടികളെ ആക്കാൻ വരുന്ന പല വണ്ടികളും കുണ്ടും കുഴിയിലും വീണിട്ട് കുഞ്ഞുങ്ങൾ അതിനകത്ത് വീഴുന്നുണ്ട്, അപ്പോൾ കുട്ടികൾക്ക് പരിക്കൊക്കെ പറ്റുന്നുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടിൻ്റെ പുറത്ത് ഞാനത് കേരള റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ മുന്നിൽ ഒരു അടുത്ത മീറ്റിംഗ് വന്നപ്പോൾ വെച്ചു. അപ്പോൾ അന്ന് മിനിസ്റ്ററാണ് ചെയർ ചെയ്യുന്നത്, DGP ഉണ്ട്, എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ അവരെല്ലാവരും കൂടെ ഇരുന്നൊരു തീരുമാനം എടുത്തു, ശരി നമുക്ക് 8 ലക്ഷം രൂപയ്ക്ക് അത് ചെയ്യാമെന്ന്. ഞാൻ തന്നെ മിനിസ്റ്ററോട് പറഞ്ഞു, സാർ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇതിനകത്ത് എന്ന് പറഞ്ഞു. മിനിസ്റ്റർ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല സാർ, ഞാൻ വീട് വെക്കുന്ന സ്ഥലമാണ് ഈ റോഡ്, അപ്പോൾ ഭാവിയിൽ ഇതിനൊരു അലിഗേഷൻ വരാൻ സാധ്യതയുണ്ട്, ഞാൻ അതിനകത്ത് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ചെലുത്തി സാങ്ഷൻ ചെയ്യിച്ചതാണ് എന്നുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഹാ ചിരിച്ചിട്ട് പറഞ്ഞു, മേയറുടെ കത്തല്ലേ കിടക്കുന്നേ, കൂടാതെ അവിടെ ആ റോഡിനകത്ത് കുറേ VIPസും കൂടെ താമസമുണ്ടല്ലോ, AK ആൻ്റണി സാർ അവിടെ താമസിക്കുന്നില്ലേ, പിന്നെ കലഞ്ഞൂർ മധു അദ്ദേഹം അവിടെ താമസിക്കുന്നില്ലേ, കുട്ടികളുടെ സുരക്ഷ ഇമ്പോർട്ടൻ്റ് അല്ലേ, അതുകൊണ്ട് നമുക്കിത് സാങ്ഷൻ ചെയ്യാം, 8 ലക്ഷം രൂപയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അത് സാങ്ഷൻ ചെയ്തു. അങ്ങനെ ആ 8 ലക്ഷം രൂപ വെച്ചിട്ട് അത് നമ്മൾ റോഡ് സേഫ്റ്റി അതോറിറ്റി കോർപ്പറേഷന് കൊടുത്തിട്ട് കോർപ്പറേഷൻ അത് വെച്ചിട്ട് ഇൻ്റർലോക്കിംഗ് ബ്രിക്ക് വെച്ച് വളരെ മനോഹരമായിട്ട് ചെയ്തു. അത് ചെയ്തിരിക്കുന്നത് 2014 2014 അവസാനമായിട്ടെങ്ങാണ്ടാണ് അത് ചെയ്തത്. പക്ഷേ ഇപ്പോഴും ഈ വർഷവും 10 വർഷത്തോളമായിട്ടും അത് ഒരു കുഴപ്പവും ഇല്ലാതെ അതുപോലെ തന്നെ ഇപ്പോൾ ഇടയ്ക്ക് ഒരു സമയത്തെങ്ങാണ്ട് പോയി എന്തോ വാട്ടർ വർക്ക്സിന് വേണ്ടിയിട്ട് വാട്ടർ എന്തോ ലീക്ക് വന്നിട്ട് ആളുകളെല്ലാം ഇവിടെ കുഴിച്ചെടുത്ത് അതിനകത്ത് കുറേയൊക്കെ ചെയ്ത് തിരിച്ചിട്ടപ്പോഴേക്കും ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ കുറേ കുഴികൾ വന്നു. വേറൊരു സ്ഥലത്ത് ഒരു ഫ്ലാറ്റ് കെട്ടാൻ വേണ്ടി ഒരു പൈപ്പ് ഇടാൻ പോയപ്പോൾ അവിടെയും കുറച്ച് മാറ്റേണ്ടി വന്നു. അങ്ങനെയുള്ള കുറച്ച് പ്രയാസങ്ങളല്ലാതെ ആ ബേസിക് സ്ട്രക്ചർ അതിനുശേഷം ടാർ ചെയ്യേണ്ടി ഒന്നും വന്നിട്ടില്ല. അതിൻ്റെ അപ്പുറം ഇപ്പുറം അതിൻ്റെ വശത്ത് പോയി കിടക്കുന്ന ഒരുപാട് റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നാലും ഇത് എപ്പോഴും നല്ല നീറ്റായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ റോഡ് ചെയ്തത് ഞാൻ കഴിമതി കാണിച്ചതാണ് എന്നുള്ള മട്ടിലാണ് അത് വലിയ വാർത്ത. അതൊരു അലിഗേഷൻ. രണ്ടാമത്തെ അലിഗേഷൻ ഞാൻ നടത്തിയ ഹാക്കത്തോണിൻ്റെ അലിഗേഷൻ, ഞാൻ നടത്തിയ ട്രാൻസ്ഫേഴ്സിൻ്റെ അലിഗേഷൻ, അങ്ങനെ ഒരു 10-25 കൊച്ചു അലിഗേഷൻസ്. ഇവിടെ അത് ചെയ്തു, മറ്റൊരു ചെയ്തു, റോഡ് സേഫ്റ്റിയുടെ മറ്റേ പരിപാടി നടത്തി, ഈ പരിപാടി നടത്തി, ഒരുപാട് അലിഗേഷൻസ് എനിക്കെതിരെ വന്നിട്ട് ആണ് 22 അലിഗേഷൻസോ മറ്റോ അതിനകത്ത് ഉണ്ടായിരുന്നു. അവസാനം അത് അന്വേഷിച്ച് തീരുന്നത് വരെയുള്ള ഇങ്ങനെ ടെൻഷനില്ല, ഇങ്ങനെ സമ്മർദ്ദം, അതെല്ലാം കൂടി ഇങ്ങനെ കൂടി വന്ന് ഒരു സമയത്ത് എനിക്ക് എന്നെപ്പറ്റി പ്രതികരിക്കേണ്ടതായിട്ടും വന്നു. അത് ആവശ്യമില്ലാത്ത വാർത്തയായി. അവർക്ക് ഭ്രാന്താണ്, വട്ടാണ്. കാരണം ഞാനന്ന് ഭയങ്കരമായിട്ട് എനിക്ക് അസുഖം വന്നു. അസുഖം ബാധിച്ച് സീരിയസ് ആയിട്ട് കൂടിയിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഈ അസുഖത്തിൻ്റെ കാരണം പോലും ഞാൻ പത്രങ്ങളോട് സംസാരിക്കാറില്ല. കാരണം സംസാരിച്ചാലും അവർ കാര്യമായിട്ട് അത് പ്രാധാന്യം കൊടുക്കാറില്ല. അതുകൊണ്ടെല്ലാം സ്വയം ഞാൻ ഫേസ്ബുക്കിലൂടെ പറയുകയോ ഒക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ ബ്ലോഗിലൂടെ എഴുതുകയോ ട്വീറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാനങ്ങനെ പറഞ്ഞു, ഈ ടെൻഷൻ കാരണം വരുന്ന അസുഖം സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ള മട്ടിൽ എഴുതിയപ്പോൾ പറഞ്ഞു, ആ ഭ്രാന്താണെങ്കിൽ കൊണ്ടുപോയി ചികിത്സിക്കട്ടെ, അതിന് ഞാനെന്ത് വേണം എന്നൊക്കെയുള്ള മറുപടിയും. പത്രക്കാരിങ്ങനെ ഒരു പ്രതികരണം ഒരിടത്തോട് വരുമ്പോൾ അവിടെ നിന്ന് പ്രസിദ്ധി കൊടുക്കും, ഒരു പ്രതികരണം മറ്റിടത്തുകൊണ്ട് കൊടുക്കുമ്പോൾ അങ്ങനെ ആണല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ അതിനെപ്പറ്റി പ്രതികരിക്കാൻ പോയിട്ടില്ല. അവസാനം ക്വിക്ക് വെരിഫിക്കേഷൻ കഴിഞ്ഞപ്പോൾ ഒന്നും നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളിയെങ്കിലും എൻ്റെ ദൈവമേ പറയാതിരിക്കാൻ വയ്യ, ഒരു ഭയങ്കര സ്ട്രെസ്ഫുൾ പീരീഡിലൂടെയാണ് ഞാൻ കടന്നു പോയത്. ഈ സമ്മർദ്ദങ്ങളും കേസുകൾ ഫൈറ്റ് ചെയ്യുക, കോടതി പോവുക, പല പ്രാവശ്യം ഓരോരുത്തരെ മീറ്റ് ചെയ്യുക, സ്വയം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരിക, ചെയ്യാത്ത കുറ്റത്തിന് വിശദീകരണം നൽകേണ്ടി വരിക എന്ന് പറയുന്നത് അൺബിലീവബിളി ടഫാണ്. അത് അനുഭവിക്കുന്നവർക്കേ അത് മനസ്സിലാവുള്ളൂ. നമ്മളൊരു തെറ്റും ചെയ്യാതിരുന്ന് നമ്മൾ സ്വയം ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനല്ല. അതിനുശേഷമാണ് ഞാൻ പിന്നീട് കുറേ കൂടെ കൂടുതലൊന്ന് ആത്മീയമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയതും സ്വയം വിശകലനം ചെയ്യാൻ തുടങ്ങിയതൊക്കെ. പക്ഷേ എനിക്കിപ്പം ആരോടും പരാതിയില്ല. ഈ പായ്ച്ചിറ നവാസ് തന്നെ ഇടയ്ക്ക് വെച്ച് വീണ്ടും പറഞ്ഞു, ഞാൻ അയാളെ ത്രട്ടൻ ചെയ്തു, സ്വാധീനിച്ചു, പരാതി പിൻവലിക്കാനായിട്ട് ഞാൻ കാശ് ഓഫർ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വീണ്ടും TV-യിൽ വന്ന് പറയുകയൊക്കെ ചെയ്തു. ഞാൻ കണ്ടിട്ടില്ല ഈ വ്യക്തിയെ, ഇപ്പോഴും കണ്ടിട്ടില്ല. അയാളുടെ പടം മാത്രമേ എനിക്ക് അറിയാവൂ. എങ്ങനെ ഇരിക്കുന്ന ആളെ റോഡിൽ കൂടെ പോയാൽ എനിക്ക് മനസ്സിലാവില്ല ഇയാൾ ആരാണെന്ന്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. തെളിവ് കാണിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇത് പത്രക്കാർക്ക് ഇത് കേട്ടാൽ മതിയല്ലോ. അവർക്ക് IPSകാർക്കെതിരെ എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിയാൽ അവർക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ ഇങ്ങനെ വിറ്റ് കാശാക്കും. എനിക്കിപ്പോൾ ആരോടും വിരോധമില്ല, പത്രക്കാരോട് പോലും വിരോധമില്ല കേട്ടോ. എല്ലാവരോടും ക്ഷമിക്കുകയും സഹിക്കുകയും പൊറുക്കുകയും ചെയ്ത് എൻ്റെ മനസ്സിപ്പോൾ ശുദ്ധമാണ്. കാരണം നമ്മുടെ മനസ്സിലിങ്ങനെ വൈരാഗ്യവും വിദ്വേഷവും വെറുപ്പും ദേഷ്യവും ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് നമ്മളെയാണ് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് പോട്ടെ പൊറുക്ക് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് എല്ലാം നമ്മളങ്ങ് മറന്നു കളഞ്ഞിട്ട് നല്ലത് വരണേ എല്ലാവർക്കും, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ച് ആത്മാർത്ഥമായിട്ട് അതിനെപ്പറ്റി ചിന്തിച്ച് കഴിഞ്ഞാലേ എന്തൊരു മനഃശാന്തിയാണെന്നറിയോ. അപ്പോൾ അതുപോലുള്ളൊരു ശാന്തിയുടെ ഫേസിലാണ് ഞാൻ. പക്ഷേ ഇതെൻ്റെ സബരിയയിൽ പോലീസിൻ്റെ യാത്രയിൽ
ഇതൊരു അവിഭാജ്യ ഘടകമായ സംഭവമായതുകൊണ്ട് എനിക്ക് പറയേണ്ടി വന്നതുകൊണ്ട് പറഞ്ഞതാണ്. എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ, എല്ലാവരോടും. അതുകൊണ്ട് ലവ് യു ഓൾ. സസ്നേഹം, ശ്രീലേഖ.